വെൽക്കം ടു ഫോർവേഡ് സ്റ്റെപ്സ് വ്ലോഗ്സ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വകുപ്പ് തല പരീക്ഷയുടെ ഭാഗമായ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളടങ്ങിയ ആദ്യ ഭാഗമാണ്. ഇത് ഉപകാരപ്രദമെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തുടർന്നുള്ള ഭാഗങ്ങൾ ലഭിക്കുന്നതിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വിജയാശംസകൾ. നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം 26/11/1949. ഇന്ത്യയിൽ പൗരത്വം എപ്രകാരമുള്ളതാണ്? ഉത്തരം ഇന്ത്യയിൽ പൗരത്വം ഏക പൗരത്വമാണ്. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്? ഉത്തരം പാർട്ട് 3-ൽ. സമരം ചെയ്യുക എന്നത് പൗരന്റെ മൗലികമായ അവകാശമാണോ? ഉത്തരം മൗലികമായ അവകാശമല്ല. നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ ഏരിയ, അതിരുകൾ എന്നിവ പുനർനിർണയം നടത്തുക, പുതിയവയുടെ രൂപീകരണം എന്നിവയുടെ നിർണയാധികാരി ആര്? ഉത്തരം പാർലമെന്റ്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്നാൽ എന്ത്? ഉത്തരം പൗരന്മാർക്കിടയിൽ ജാതി, മതം, ജന്മദേശം എന്നീ വേർതിരിവില്ലാത്തതും ലിംഗസമത്വം ഉറപ്പാക്കുന്നതുമായ അവകാശമാണ് റൈറ്റ് ടു ഈക്വാലിറ്റി. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാജ്യത്തുടനീളമുള്ള 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായും നിർബന്ധിതമായും വിദ്യാഭ്യാസം ഉറപ്പാക്കിയിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 21A പ്രകാരം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതു പ്രകാരമാണ് ആർക്കും രാജ്യത്ത് എവിടെയും സ്ഥിരതാമസം നടത്തുന്നതിന് അവകാശമുള്ളത്? ഉത്തരം ആർട്ടിക്കിൾ 19(1). ഭരണഘടന പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തനം നടത്തുന്നതിന് എപ്രകാരം അവകാശപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം മതത്തിൻ്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ. അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ എത്ര മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കണം? ഉത്തരം 24 മണിക്കൂറിനുള്ളിൽ. എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഹാസർഡസ് ജോലികൾ എടുപ്പിക്കുവാൻ അനുവദനീയമല്ലാത്തത്? ഉത്തരം 14 വയസ്സിനു താഴെ. വിപ്പ് എന്നത് റിട്ടായി കണക്കാക്കാമോ? ഉത്തരം റിട്ടായി കണക്കാക്കില്ല. ക്വോ വാറന്റോ എന്നത് എന്തിൻ്റെ പേരാണ്? ഉത്തരം റിട്ട് പെറ്റീഷൻ. ഭരണഘടന പ്രകാരം മതപരവും സാമുദായികവുമായ സംഘടനകളുടെ അവകാശങ്ങൾ? ഉത്തരം സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുന്നതിനും മതപരമായ അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനും. മതന്യൂനപക്ഷങ്ങൾക്ക് ഡാഷ് അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് നടത്താവുന്നതാണ്? ഉത്തരം മതത്തിനും ഭാഷയ്ക്കും അടിസ്ഥാനമാക്കി. പാർലമെന്റിനുള്ളതും എന്നാൽ നിയമസഭയ്ക്കില്ലാത്തതുമായ നിയമനിർമ്മാണ അവകാശം ആർട്ടിക്കിൾ ഏതിലൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 16(3), ആർട്ടിക്കിൾ 32(3), ആർട്ടിക്കിൾ 33-ഉം 34-ഉം. സ്റ്റേറ്റ് പോളിസിയുടെ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഡാഷ് മുതൽ ഡാഷ് വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തുല്യ ജോലിക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യ വേതനം എന്നത് സ്റ്റേറ്റ് പോളിസിയുടെ ഡാഷിൽ ഉൾപ്പെടുന്നു? ഉത്തരം
നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നു. തൊഴിലാളികൾക്ക് ജീവനവേതനം എന്നത് ഡാഷിൽ പെടുന്നു. ഉത്തരം സ്റ്റേറ്റ് പോളിസിയുടെ നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നു. പരിസ്ഥിതി വന്യജീവി സംരക്ഷണം എന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യുന്നത് എവിടെ? ഉത്തരം പൗരന്മാരുടെ അവകാശങ്ങളിലും കർത്തവ്യങ്ങളിലും. പൗരന്മാർക്ക് ഏകീകൃത സിവിൽ കോഡ് എന്നത് ഭരണഘടനയിൽ ഡാഷ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരം നിർദ്ദേശക തത്വമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗരന്റെ മൗലികമായ കർത്തവ്യങ്ങളെക്കുറിച്ച് ഡാഷിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഉത്തരം ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആഗോള സമാധാനം എന്നത് പൗരന്മാരുടെ ഡാഷിൽ പെടുകയില്ല. ഉത്തരം മൗലിക കർത്തവ്യങ്ങളിൽ പെടുകയില്ല. ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളിലാണ് മൗലികമായ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 51A. ഭരണഘടന അനുസരിച്ച് മൗലികമായ കർത്തവ്യങ്ങൾ എത്ര? ഉത്തരം മൗലികമായ കർത്തവ്യങ്ങൾ 11. യൂണിയനിലെ എക്സിക്യൂട്ടീവ് അധികാരം ആർക്ക്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റിന്. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ? ഉത്തരം പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങളും സംസ്ഥാന നിയമസഭാ അംഗങ്ങളും. ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ തലവൻ ആര്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷം? ഉത്തരം ചുമതലയേറ്റ് 5 വർഷം. ഒരിക്കൽ പ്രസിഡന്റായ വ്യക്തിക്ക് വീണ്ടും തലസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യതയുണ്ടോ? ഉത്തരം യോഗ്യത ഉണ്ട്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിന് ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് വ്യവസ്ഥയുള്ളത്? ഉത്തരം ആർട്ടിക്കിൾ 56(1)(b). പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? ഉത്തരം 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പ്രസിഡന്റ് പാർലമെന്റിലോ നിയമസഭയിലോ അംഗമാകുവാൻ പാടില്ല. ഈ പ്രസ്താവന ശരിയോ? ഉത്തരം ശരിയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആരുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്താണ് സ്ഥാനമേൽക്കുന്നത്? ഉത്തരം ചീഫ് ജസ്റ്റിസിന്റെ. പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലയളവിൽ ആകെ ശമ്പളത്തിൽ കുറവ് വരുത്തുവാൻ പാടുള്ളതല്ല. ഈ പ്രസ്താവന ശരിയാണോ? ഉത്തരം ശരിയാണ്. ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ആരുടെ മുമ്പാകെയാണ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുക്കുന്നത്? ഉത്തരം മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിയുടെ മുൻപാകെ. പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെട്ടാൽ ചുമതല ഡാഷിന്റെ തീരുമാനപ്രകാരം കൈമാറ്റം ചെയ്യപ്പെടും. ഉത്തരം പാർലമെന്റിന്റെ തീരുമാനപ്രകാരം. പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെടണമെങ്കിൽ പ്രമേയം ഡാഷ് 3/2 ഭൂരിപക്ഷത്തോടുകൂടെ പാസ്സാകണം. ഉത്തരം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സഭയുടെ. പ്രസിഡന്റിന്റെ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക്
പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ എപ്പോൾ പൂർത്തിയാകും? ഉത്തരം: നിലവിലുള്ള പ്രസിഡന്റിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ്. പ്രസിഡന്റിന്റെ രാജി, മരണം, മാറ്റൽ എന്നിവ നിമിത്തം ഒഴിവുണ്ടായാൽ അടുത്ത ഇലക്ഷൻ എപ്പോൾ നടത്തണം? ഉത്തരം: 6 മാസത്തിനുള്ളിൽ. പ്രസിഡന്റ് സ്ഥലത്തില്ലാതിരിക്കുകയോ അസുഖം നിമിത്തമോ ചുമതല നടത്താൻ കഴിയാത്ത അവസരത്തിൽ ചുമതലകൾ നിറവേറ്റുന്നത് ആര്? ഉത്തരം: വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ചുമതല വൈസ് പ്രസിഡന്റ് വഹിക്കുമ്പോൾ നടത്തുവാൻ കഴിയാത്ത ചുമതല എന്ത്? ഉത്തരം: ദ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ആര്? ഉത്തരം: പാർലമെന്റിന്റെ ഇരു സഭകളും ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജ്. വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നതിന് എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? ഉത്തരം: 35 വയസ്സ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നയാൾക്ക് ഡാഷ് കൗൺസിലിൽ അംഗമാകുന്നതിനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. ഉത്തരം: സ്റ്റേറ്റ് കൗൺസിലിൽ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഡാഷ് ആകുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഉത്തരം: പാർലമെന്റ് അംഗമാകുവാനുള്ള. വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഉത്തരം: 5 വർഷം. വൈസ് പ്രസിഡന്റ് ആരുടെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഉത്തരം: പ്രസിഡന്റിന്റെ മുമ്പാകെ. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന തർക്കങ്ങൾ തീർക്കുന്നതിനുള്ള അധികാരം ഡാഷിന് മാത്രമാണ്. ഉത്തരം: സുപ്രീം കോടതിക്ക്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക കൃത്യങ്ങളിൽ ആവശ്യമായ ഉപദേശം നൽകുന്നതിനുള്ള അധികാരം ആർക്ക്? ഉത്തരം: കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ്. കോടതികൾ വിധിക്കുന്ന വധശിക്ഷയിന്മേൽ ദയാഹർജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം: പ്രസിഡന്റ് മുമ്പാകെ. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആര്? ഉത്തരം: ഇന്ത്യൻ പ്രസിഡന്റ്. കേന്ദ്ര മന്ത്രിസഭയിൽ ആകെ പാർലമെന്റ് അംഗങ്ങളുടെ ഡാഷ് ശതമാനത്തിൽ അധികരിക്കാതെയുള്ള അംഗങ്ങൾ ഉണ്ടാകും. ഉത്തരം: 15% അധികരിക്കാതെയുള്ള അംഗങ്ങൾ ഉണ്ടാകും. കേന്ദ്രമന്ത്രിമാരെ നിയമിക്കുന്നത് ആര്? ഉത്തരം: പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം പ്രസിഡന്റാണ് കേന്ദ്രമന്ത്രിമാരെ നിയമിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ ആരുടെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഉത്തരം: ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പാകെ. പാർലമെന്റ് അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര മാസം വരെയാണ് മന്ത്രിയായി തുടരാവുന്നത്? ഉത്തരം: 6 മാസം വരെ. ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആര്? ഉത്തരം: ഇന്ത്യൻ പ്രസിഡന്റ്. പ്രസിഡന്റ് അറ്റോർണി ജനറലായി നിയമിക്കുന്ന വ്യക്തിക്ക് ഡാഷിന് തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ഉത്തരം: സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. കേന്ദ്ര സർക്കാരിന് ഭരണകാര്യങ്ങളിൽ ആവശ്യമായ നിയമോപദേശം നൽകുന്നത് ആര്?
ഉത്തരം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറലിന് ഇന്ത്യയിലുള്ള ഏത് കോടതിയിലും ഹാജരാകുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാരിന് വേണ്ടി എക്സിക്യൂട്ടീവ് സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരുടെ പേരിൽ? ഉത്തരം പ്രസിഡന്റിൻ്റെ. അറ്റോർണി ജനറലിൻ്റെ പ്രവർത്തന കാലാവധി എത്ര വർഷം? ഉത്തരം പ്രസിഡന്റിൻ്റെ അനുമതിയുള്ള കാലാവധി വരെ. ഇന്ത്യൻ പാർലമെന്റ് എന്നതിൽ ഇരു സഭകളിലെയും അംഗങ്ങളും പ്രസിഡന്റും ഉൾപ്പെടുന്നു. സ്റ്റേറ്റ് കൗൺസിലിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ എത്ര? സ്റ്റേറ്റ് കൗൺസിലിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത് 12 പേരെയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ഭരണപ്രദേശങ്ങളിലെയും പ്രതിനിധീകരിച്ച് എത്ര അംഗങ്ങൾ ഉണ്ടാകും? ഉത്തരം 250 അംഗങ്ങൾ ഉണ്ടാകും. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലെ ഒഴിവാക്കുന്ന സംസ്ഥാന പ്രതിനിധികളുടെ നിയമനം സംബന്ധിച്ച് ഭരണഘടനയുടെ ഡാഷ് ഷെഡ്യൂളിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഉത്തരം ഭരണഘടനയുടെ 4-ാം ഷെഡ്യൂളിൽ. ലോകസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ആര്? ഉത്തരം ലോകസഭാ അംഗങ്ങൾ ചേർന്നാണ് ലോകസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഉത്തരം ലോകസഭാംഗങ്ങൾ ചേർന്നാണ് ഡെപ്യൂട്ടി ചെയർമാനെ നിയമിക്കുന്നത്. പാർലമെന്റിന്റെ ഇരു സഭകളിലെയും അംഗങ്ങൾ യോഗങ്ങളിൽ പങ്കെടുക്കാതെ എത്ര ദിവസം ഹാജരാകാതിരുന്നാലാണ് സ്ഥാനം നഷ്ടപ്പെടുന്നത്? ഉത്തരം 60 ദിവസം. ഒരു പാർലമെന്റ് അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അംഗത്വം നഷ്ടപ്പെടുന്നതാണ്. ഭരണഘടനയുടെ ഡാഷ് ഷെഡ്യൂൾ പ്രകാരം അയോഗ്യത സംഭവിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾക്ക് അംഗത്വം നഷ്ടപ്പെടുന്നതാണ്. ഉത്തരം 9-ാം ഷെഡ്യൂൾ പ്രകാരം. സാമ്പത്തിക ബില്ലുകൾ പാർലമെന്റ് പാസാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആർട്ടിക്കിൾ ഡാഷിൽ വിവരിച്ചിരിക്കുന്നു. ഉത്തരം ആർട്ടിക്കിൾ 109 വിവരിച്ചിരിക്കുന്നു. ചില ബില്ലുകൾ പാസാക്കുന്നതിനായി പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത യോഗം പ്രസിഡന്റ് വിളിച്ചുകൂട്ടാറുണ്ട്. രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന പ്രതിനിധികൾക്ക് ഉണ്ടായിരിക്കേണ്ട അറിവുകൾ. ഉത്തരം സാഹിത്യം, സയൻസ്, കല, പൊതുപ്രവർത്തനം എന്നിവ. ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? ഉത്തരം 550 അംഗങ്ങൾ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത യോഗം വിളിച്ചുകൂട്ടുന്നത് ആര്? ഉത്തരം പ്രസിഡന്റ്. പൊതു തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോകസഭാ അംഗങ്ങൾ എത്ര? ഉത്തരം 530. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലെ ഡാഷ് ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷത്തിലും പിരിഞ്ഞുപോകുന്നു. ഉത്തരം 1/3 ഭാഗം അംഗങ്ങൾ. ലോകസഭയുടെ കാലാവധി എത്ര വർഷം? ഉത്തരം 5 വർഷം.
കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് ഡാഷിൽ കുറയാത്ത പ്രായമുണ്ടായിരിക്കണം. ഉത്തരം 30 വയസ്സിൽ കുറയാത്ത. ലോകസഭാ അംഗമാകുന്നതിന് മിനിമം ഡാഷ് വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ഉത്തരം 25 വയസ്സ്. പാർലമെന്റിന്റെ ഇരുസഭകളും പിരിച്ചുവിടുന്നതിന് പ്രസിഡന്റിന് അധികാരമുണ്ടോ? ഉത്തരം പാർലമെന്റിന്റെ ഇരുസഭകളും പിരിച്ചുവിടുന്നതിന് പ്രസിഡന്റിന് അധികാരമില്ല. ലോക്സഭ പിരിച്ചുവിടുന്നതിന് ആർക്കാണ് അധികാരമുള്ളത്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റിന്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആര്? ഉത്തരം ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.